നമ്മളിന്നതേ നമ്മുടെ ഈ 10,000 രൂപ കൊടുത്ത് മേടിച്ച ഈ ഒരു RC കാറ് നമ്മളിതേ ഈ ഒരു മലയുടെ മണ്ടയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പോവുക. ഇത് നമുക്ക് നോക്കാം കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. ബാറ്ററി ഫുള്ള് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. കേട്ടോ, നമ്മൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം, ഈ മലയ്ക്കുള്ള തുടക്കം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഈ വണ്ടി അങ്ങ് ടോപ്പ് വരെ ചെല്ലുമോ, ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് എത്രത്തോളം നിൽക്കും, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു നമ്മളൊരു ഇത് നോക്കുക. വണ്ടിയുടെ ഒരു കപ്പാസിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനൊരു ട്രിപ്പ് പോകാമെന്ന് വെച്ചത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിനും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ബാറ്ററി ഫുള്ള് ചാർജാണ്. ഇതാണ് എൻട്രി പോയിൻ്റ്. ഇതൊരു വഴിയാണ്, ഇങ്ങനെ മേളിലോട്ട് കയറുന്നൊരു വഴിയാണ്. ഇതാണ് ആ മല വരുന്നത്. അപ്പോൾ മലയുടെ ഏറ്റവും ടോപ്പ് വരെ നമുക്ക് എത്തുമോ നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഇതാണ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ആ മല വരുന്നത്. ഈ കയറ്റമാണ് നമ്മൾ കയറേണ്ടത്. അങ്ങ് ആ മലയുടെ ടോപ്പ് വരെയാണ് എത്തേണ്ടത്. കയറുകയും ചെയ്യണം, അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ചലഞ്ച്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേളിലോട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഇവിടെ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല നിലവിൽ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓടി പോകുന്നുണ്ട്. കമ്പൊക്കെ ഇടയ്ക്ക് കയറുന്നുണ്ട് ടയറിൻ്റെ. പക്ഷെ അത് വണ്ടി വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കയറി പോകുന്നുണ്ട്. അതായത് നമുക്ക് ആ കമ്പൊന്ന് എടുത്ത് മാറ്റാം. കമ്പ് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കയറ്റമാണ് മേളിലോട്ട് വരുന്നത്. ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നോ അങ്ങനെയൊന്നുമില്ല, എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. വണ്ടി ആ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ആ തുടക്കം തൊട്ട് സ്റ്റില്ല് റെക്കോർഡിങ് തന്നെയാണ്. കണ്ടീഷൻസ് റോഡ് നമ്മൾ പോകുന്ന വഴിയുടെ കണ്ടീഷൻ എങ്ങനെയാണോ അത് നമ്മളൊന്നും നോക്കുന്നില്ല. നേരെ കയറി പോവാം. നല്ല രീതിയിൽ കയറിപ്പോകുന്നുണ്ട്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കല്ലേക്കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ കിട്ടുന്ന വണ്ടി എത്രത്തോളം കേപ്പബിൾ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒന്ന് അറിയണമല്ലോ. അതുകൊണ്ട് കൂടെ വേണ്ടിയിട്ടാണ് ഇതൊന്ന് നോക്കുന്നത്. എന്തോ കല്ലോ എന്തോ കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇടയ്ക്ക് ഇവിടെ ഒരു കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണങ്ങിയ പുല്ലുകൾ നിൽപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുടെ ഈ ആക്സിലിനിടയ്ക്കും ഷാഫ്റ്റിനിടയ്ക്കൊക്കെ കയറുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം ഏകദേശം നമ്മൾ മേളിലെത്താറായി. എനിക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് ചെറിയൊരു പാടുണ്ട്. കാരണം ഒരു കയ്യിൽ ആണ് റിമോട്ട് ഇരിക്കുന്നത്, മറ്റേ കയ്യിൽ ഫോണുമാണ്.
വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ലാതെ കയറി പോകുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു, ഇത്രയൊരു പെർഫോമൻസ് കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. വണ്ടി നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് കയറിപ്പോകും, കൊള്ളാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു, അതായത് MN-ൻ്റെ ഈ ഒരു മോഡൽസ് വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്, പവറും ഇലക്ട്രോണിക്സ് ഒക്കെ ആണല്ലോ നല്ലതാണ്. വണ്ടി ഇതേ സിമ്പിളായിട്ട് മേള് വരെ വന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി കാട് പിടിച്ച് കിടക്കുന്ന പോലൊരു സ്ഥലമാണ്. ഏതായാലും മാക്സിമം കയറുന്നത്രയും പോകാം നമുക്ക്. ഇതുണ്ടോ, വളരെ സിമ്പിളായിട്ട് കയറി. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടി ഏറ്റവും ടോപ്പിലെത്തി എന്നാണ് പറയാം. അത് ഇത്രയും സ്ലോയിൽ, വലിയ സ്പീഡിലൊന്നും ഞാൻ ഓടിച്ചില്ല, സ്ലോയിലാണ് ഓടിച്ചത്. എന്നിട്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ എത്തി. ഇതുപോലെ പുല്ലാണ് ഇവിടെ, അതാണ് ഉണങ്ങിയ പുല്ലും ചെടികളും. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഇതേതാ. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് വണ്ടി തിരിച്ചിറക്കാനുള്ള പരിപാടി. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ സമയമെടുത്തു വണ്ടി ടോപ്പിൽ വരാനായിട്ട്. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് പുല്ല് കിടപ്പുണ്ട്. നമുക്ക് ആ പുല്ലില്ലാത്ത ഭാഗത്തോടെ, അപ്പോൾ ഉണങ്ങിയ പുല്ലുകളുണ്ട്. ആ പുല്ലിനകത്ത് കയറി കഴിഞ്ഞാൽ അതിന് വീലിനകത്ത് സ്റ്റക്കാവും. അതുകൊണ്ട് ഇതിലേക്കൂടെ ഇറങ്ങിപ്പോവാം. വള്ളിച്ചെടി ചെറിയൊരു വള്ളിയാണ്. ഇതിപ്പോൾ ഈ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്. നമ്മൾ പ്രത്യേകിച്ച് വേറെ പെർഫോമൻസ് പരമായിട്ട് വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല.
വണ്ടിയുടെ ഷോക്ക് അബ്സർ മാറുമോ അല്ലെങ്കിൽ ഷാഫ്റ്റുകൾ മാറുമോ മോട്ടർ മാറുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്ഗ്രേഡ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു മല കയറ്റിയത്. നല്ല സിമ്പിളായിട്ട് തന്നെ വണ്ടി കയറി, അതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ ഇറങ്ങിയും വരുന്നുണ്ട്. യാതൊരുവിധ കുഴപ്പമില്ല. രണ്ട് റൂട്ടുണ്ട്, നമുക്ക് ഇതിലേ പോയി നോക്കാം. ഇതാ കുറച്ചൊരു ടഫായിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മോഡൽ വണ്ടി MN99S എന്ന് പറയുന്നൊരു മോഡൽ ടൈപ്പ് വണ്ടി കിട്ടും. ഇതിന് നല്ല ഷോക്ക് അബ്സർ, സാധാ ഓയിൽ ഫിൽഡ് ഷോക്ക് അബ്സർ ഒന്നുമല്ല, സാധാ ഷോക്ക് അബ്സർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ആക്ഷൻ നല്ല രസമാണ്. വണ്ടി ചാടി പോകുന്ന കാണാനായിട്ട് ഉണ്ടോ, നല്ല രസമാണ് അത് പോകുന്ന കാണാനായിട്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ അതെ നമ്മളാ കയറ്റം ഒരു പകുതിയോളം ഇറങ്ങി, ആ മല മൊത്തം പകുതിയോളം ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ താഴോട്ട് ഇറങ്ങാനായിട്ട്. ഇവിടെ കുറച്ചൊരു സ്ഥലം കാണുന്നുണ്ട്, ഒരു പ്ലെയിനായിട്ട് കിടക്കുന്നതാണ്. ഒരു ചെറിയൊരു കാണാനായിട്ടൊരു രസമുണ്ട്. ഇച്ചിരി ഒരു ഓഫ് റോഡിങ് പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അതിലേക്കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ആ റൂട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കാം. കയറി വരാൻ എനിക്ക് തോന്നുന്നു ഏകദേശം 5 മിനിറ്റത്തോളം എടുത്തുള്ളൂ. ഇപ്പം ഇറങ്ങി വരാനായിട്ട് പതുക്കെ ഇറങ്ങി വന്നത്. ഇവിടെ വരെ വന്നപ്പോൾ ഒരു 6 മിനിറ്റ് എടുത്തു. പുല്ലിടയ്ക്ക് കയറുന്നുണ്ട്, അതാ ഒരു പ്രശ്നം. വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുല്ല് കയറിയതുകൊണ്ട് വണ്ടി നിന്നൊന്നും പോകുന്നില്ല, വണ്ടി ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ല, ഷോക്ക് അബ്സറിൻ്റെ ആക്ഷന് നല്ല ആക്ഷനാണ് അതിൻ്റെ ആ ഷോക്ക് അബ്സർ വരുന്നത്.
ഇനി ഇവിടെ നിന്ന് വലിയ ടാസ്ക് ഒന്നുമില്ല. അത് ഇവിടെ വരെ പോയച്ചാൽ മതി. എത്തി, നമ്മൾ താഴെ എത്തി. ഓ, നമ്മുടെ മഡ് ഫ്ലാപ്പ് ഒരെണ്ണിടയ്ക്ക് കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, മഡ് ഫ്ലാപ്പേ ഈ വീലിനിടയ്ക്ക് കയറുന്നുണ്ട്. അത് ഇടയ്ക്ക് ചെറിയൊരു പണി തരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് താഴെ എത്താറായി കേട്ടോ. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്താറായി തിരിച്ച്. അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മതി. ഇത് തന്നെ ധാരാളം. ഈ ഒരു ടൈപ്പ് വണ്ടി തന്നെ ധാരാളം. കാരണം കണ്ടില്ല, ഇത്രയും വലിയൊരു മലയുടെ മണ്ടയിലാണ് നമ്മൾ കയറി സുഖമായിട്ട് വണ്ടി തിരിച്ചിറങ്ങിയും വന്നു. ഇത്രയും പ്രൈസും ആവുന്നുള്ളൂ. ഈ ഒരു റേഞ്ചിനാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്. ഈ ഒരു റേഞ്ചിൽ 10,000 രൂപ 12,000 രൂപ റേഞ്ചിലൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു യൂക്ലിക്കിൻ്റെ പേജിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. 10 രൂപ സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ ഓഫർ വരുന്നുണ്ട്. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പോവാം. വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല. വണ്ടി നല്ല സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു സ്പീഡിൽ ഓടുന്ന വണ്ടിയല്ല, പതുക്കെ പോകുന്ന വണ്ടിയാണ്. ഇതിന് മാക്സിമം ഇതിൻ്റെ സ്പീഡൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ക്രൗളറിൻ്റെ മാക്സിമം സ്പീഡ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോണം, ഫുൾ സ്പീഡ്. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്പീഡ് വരുന്നത്. റിവേഴ്സിൽ ഇത്ര സ്പീഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തു നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, വണ്ടിക്ക് കേപ്പബിലിറ്റി എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മല നല്ല നിസ്സാരമായിട്ട് തന്നെ വണ്ടി കയറി. വണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വണ്ടി ചാർജ് അത്യാവശ്യം നിൽപ്പുണ്ട്. ഈ ഒരു മല കയറിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര സമയമായിട്ട് തന്നെ എനിക്ക് കൊണ്ട് 10-15 മിനിറ്റോളം നമ്മൾ വണ്ടി ഓടിച്ചു. അതും അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റം കയറി ഒക്കെയാണ് പോകുന്നത്. അപ്പം 15 മിനിറ്റ് തന്നെ ഗ്യാരണ്ടിയാണ് വണ്ടിക്ക് ഈ ചാർജ് കിട്ടുമെന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് ടെറൈനിൽ ഓടിച്ചിട്ട് തന്നെ. അപ്പം നോർമലായിട്ടൊരു ടെറൈനിൽ ഓടിച്ചാൽ എന്തായാലും ഉറപ്പായിട്ടും അരമണിക്കൂറിന് മുകളിൽ എന്തായാലും ഈ വണ്ടിക്ക് നമുക്ക് റണ്ണിങ് ടൈം കിട്ടും. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. എന്തായാലും ഒരു RC കാർ, ഹോബി ഗ്രേഡ് കാറ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഈ MN മോഡൽസിൻ്റെ MN99. അതുപോലെ തന്നെ ഞാൻ കുറച്ചൊന്ന് ക്യാഷൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഒരു വണ്ടിയും കൂടി എടുക്കുന്നുണ്ട്. ഏതായാലും ഒരു ക്രൗളറല്ല, ഒരു ഹൈ സ്പീഡ്, നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഒരു വണ്ടിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ്, അതായത് ഈ ഒരു ഹോബി കാർ, ടോയ് കാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പോഴത്തേനും നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ ഒരുപാട് നന്ദി. ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.